നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തവനൂരിൽ വൃദ്ധയെ കൊലപ്പെടുത്തിയത് മോഷണത്തിന് എന്ന് പോലീസ് നിഗമനം. അന്വേഷണം പുരോഗമിക്കുന്നു. ആഭരണവും പണവും നഷ്ടപ്പെട്ടത് മോഷണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. വീട്ടിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടത് ഇയാത്തു എന്ന 70-കാരി. കുറ്റിപ്പുറത്ത് വൃദ്ധയെ തലക്കടിച്ചു കൊന്നത് അയൽവാസി. പ്രതി വെള്ളാംപറമ്പ് ചിലക്കുളങ്ങര മുഹമ്മദ് ഷാഫി അറസ്റ്റിൽ. പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചു. കൊലയ്ക്ക് ഉപയോഗിച്ച വസ്തുക്കൾ കണ്ടെത്തി. സംസ്ഥാനത്ത് ആശ്വാസമേകി DPR 9%. 7499 പേർക്ക് രോഗബാധ. പരിശോധിച്ചത് 77,853 സാമ്പിളുകൾ. DPR 9.63%. 94 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 13,596 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് 689 രോഗികൾ. DPR 11%. 1336 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1065. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചക്രസ്തംഭന സമരം നടത്തി. താനൂർ ഏരിയയിൽ 8 കേന്ദ്രങ്ങളിലാണ് സമരം നടന്നത്. താനൂരിൽ MP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തിരൂരിൽ കൂട്ടായി ബഷീറും ആലത്തൂരിൽ അഡ്വക്കേറ്റ് സൈനുദ്ദീനും ഉദ്ഘാടനം ചെയ്തു. പറവണ്ണയിൽ യുവാവിന് കുത്തേറ്റു. പറവണ്ണ ആലിഞ്ചുവട് സ്വദേശി പള്ളിപ്പറമ്പിൽ സുരേഷ് ബാബുവിനാണ് കുത്തേറ്റത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. മദ്യശാലകൾ അടച്ചിടണമെന്നാവശ്യപ്പെട്ട തിരൂർ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ ലഹരി നിർമ്മാർജ്ജന സമിതി പ്രതിഷേധ സമരം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കുറ്റിപ്പുറത്ത് വൃദ്ധയെ തലക്കടിച്ചു കൊന്ന കേസിലെ പ്രതി പിടിയിൽ. വെള്ളാറമ്പ് ചിലങ്കുളങ്ങര മുഹമ്മദ് ഷാഫിയാണ് പിടിയിലായത്. വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന കുഞ്ഞിപ്പാത്തുമ്മയാണ് തലക്കടിയേറ്റ് കൊല്ലപ്പെട്ടത്. പ്രതിയുമായി പോലീസ് സംഭവസ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ച മൂർച്ചയുള്ള കല്ല്, വടി, ചെരുപ്പ് എന്നിവ പോലീസ് കണ്ടെടുത്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് കൊലപാതകം നടന്നത്. പ്രതി മുഹമ്മദ് ഷാഫി കുഞ്ഞിപ്പാത്തുമ്മയുടെ അയൽവാസിയാണ്. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് സൂചിപ്പിച്ചു. പ്രതി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മൂർച്ചയുള്ള കല്ല്, വടി, ചെരുപ്പ് എന്നിവ പോലീസ് കണ്ടെടുത്തു. മഴ പെയ്തിട്ടുണ്ട്. പരിസരവാസിയായ യുവാവിനെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. വെള്ളാറമ്പിൽ നിന്ന് കൈത്രക്കോവിൽ പോകുന്ന റോഡിൽ തനിച്ചു താമസിച്ചു വരികയായിരുന്ന കുഞ്ഞിപ്പാത്തുമ്മയെ വെള്ളിയാഴ്ച സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണം അസ്വാഭാവികമെന്ന് പോലീസ് അന്ന് തന്നെ പറഞ്ഞിരുന്നു. തലയിൽ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും ആയുധം വെച്ച് അടിച്ചതുപോലെയാണ് കരുതുന്നതെന്നും പോലീസ് പറഞ്ഞിരുന്നു. തവനൂരിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആഭരണവും പണവും നഷ്ടപ്പെട്ടു എന്നതിനാൽ കൊല നടത്തിയത് മോഷണത്തിന് വേണ്ടിയാണോ എന്ന രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തവനൂർ കടകശ്ശേരി ജുമാ മസ്ജിദിന് സമീപം തനിച്ച് താമസിക്കുന്ന തത്തോട്ടിൽ ഇയാത്തുവിനെയാണ് വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. തവനൂർ കടകശ്ശേരി ജുമാ മസ്ജിദിന് സമീപം തനിച്ച് താമസിക്കുന്ന തത്തോട്ടിൽ ഇയാത്തുവിനെയാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ ഞായറാഴ്ച വൈകിട്ട് കണ്ടെത്തിയത്. ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണവും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും നഷ്ടപ്പെട്ടതായാണ് വിവരം. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇയാത്തുവിന് വൈകുന്നേരം 6 മണിക്ക് ശേഷം സഹോദരിയുടെ മകൻ ഭക്ഷണവുമായി എത്തിയപ്പോഴാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ പിൻവശത്തെ വാതിൽ കുത്തി തുറന്ന നിലയിലായിരുന്നു. രക്തം വാർന്ന നിലയിൽ കിടപ്പുമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അപരിചിതരായ 2 ആളുകളെ പരിസരത്ത് കണ്ടതായി പരിസരവാസികൾ പറയുന്നുണ്ട്. ഒരാള് റോഡിന്റെ വക്കിൽ, ഒരാൾ അവിടുന്ന് നടന്നു വരുന്നതായിട്ടും അവരെന്തോ പരിഭ്രമമുള്ള മാതിരിയൊക്കെയാണ് കണ്ടതെന്ന് പറയുന്നത്. പുള്ളി അത് ശ്രദ്ധിച്ചില്ല. കാരണം പുള്ളി ഇവിടെ 1 വർഷമായിട്ട് ഇവിടെ താമസമായിട്ടുള്ളൂ. അപ്പൊ ഇവിടെയുള്ള എല്ലാ ആളുകളെയും അറിയില്ല. ഇനിയിപ്പോ അവരുടെ വേണ്ടപ്പെട്ട ഒരാൾ എന്താന്നുള്ളതെന്ന് അറിയില്ലല്ലോ. അതാണ് പോകുന്നത്. അപരിചിതര 2 ചെറുപ്പക്കാരാണ്. പൾസർ വണ്ടിയാണെന്ന് പറഞ്ഞത്. പൾസർ വാഹനം ഇവിടെ 2 ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് എന്നുള്ള വിവരം ഇവിടുത്തെ നമ്മളെ പിള്ളേർ പലരും നമ്മളോട് ധരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഈ രൂപത്തിലായാലും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ കുറ്റവാളി, ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ജീവിക്കണമല്ലോ. ഈ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. ആരും ഇല്ലെങ്കിലും മറ്റുള്ള ഏത് പാതിരാക്കും ഇറങ്ങിയിറക്കാവുന്ന ഒരു ഏരിയയാണ്. ഇവിടെ അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. കവർച്ച സംഭവിക്കുന്നുണ്ടോ? കവർച്ചയാണ് മെയിനായിട്ട് സംഭവിക്കുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും പറയാൻ പറ്റാത്ത ഇതില് കവർച്ച സംശയിക്കുന്നുണ്ടോ? കവർച്ച സംശയിക്കുന്നുണ്ട്. കവർച്ച എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്തുണ്ടായിരുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആഭരണങ്ങളും കാണാനില്ല. പിന്നെ കാലങ്ങളായിട്ട് കിടക്കുന്ന കാതിൽ കിടക്കുന്ന ചിറ്റ് അതൊന്നും കാണുന്നില്ല.
അപ്പോൾ പിന്നെ അത് ഇന്നലെ വരെ ഉണ്ടായിരുന്നതാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ എന്തമാതിരി അരയിൽ അവർ പഴയ കാലത്ത് അരഞ്ഞാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും അവരുടെ ദേഹത്ത് മറ്റുള്ള കാണാനല്ല, അലമാര പൊളിഞ്ഞും കിടക്കുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മോഷണത്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. അടുത്തടുത്ത ദിവസങ്ങളിൽ കുറ്റിപ്പുറത്ത് അരുംകൊല ചെയ്യപ്പെട്ടത് 2 വൃദ്ധ സ്ത്രീകൾ. 2 പേരും കൊല്ലപ്പെട്ടത് തലക്കടിയേറ്റതാണെന്ന സംഭവങ്ങളിലെ സമാനത. 2 സംഭവങ്ങൾക്ക് പിന്നിലും ഒരേ സംഘം തന്നെയാണോ എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ട്. കുഞ്ഞിപ്പാത്തുമ്മയെ കൊലപ്പെടുത്തിയത് അയൽവാസി തന്നെയാണെന്ന് പേടിപ്പെടുത്തുന്ന വസ്തുത തന്നെയാണ്. മലപ്പുറം ജില്ലയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് 2 ദിവസത്തിനുള്ളിൽ നടന്ന 2 കൊലപാതക വാർത്ത മലപ്പുറത്തുകാർ കേട്ടത്. കൊല്ലപ്പെട്ട 2 പേരും വൃദ്ധ സ്ത്രീകളാണെന്നതും തനിച്ചു താമസിക്കുന്നവരാണെന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. കൊലപാതകം നടത്തിയത് 2 പേരുടെയും ജീവിത സാഹചര്യം മനസ്സിലാക്കിയവരാണെന്നതും അതിലേറെ പേടിപ്പെടുത്തുന്ന വസ്തുതയാണ്. വെള്ളിയാഴ്ച നാഗപറമ്പിലും ഞായറാഴ്ച തവനൂരിലുമാണ് 2 സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടത്. കുറ്റിപ്പുറം നാഗപറമ്പിലെ കുഞ്ഞിപ്പാത്തുമ്മ കൊല്ലപ്പെട്ടതിന്റെ നടുക്കം മാറും മുമ്പാണ് തവനൂരിലും സമാന സംഭവമുണ്ടായത്. വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന തവനൂർ കടകശ്ശേരിയിലെ ബിയാത്തുമ്മയെ ഞായറാഴ്ച വൈകിട്ടാണ് വീടിനകത്ത് രക്തം വാർന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ബിയാത്തുമ്മയ്ക്ക് ബന്ധുക്കളാണ് ഭക്ഷണം നൽകുന്നത്. ഇത്തരത്തിൽ ഭക്ഷണം നൽകാനെത്തിയ സഹോദരന്റെ മകനാണ് മൃതദേഹം ആദ്യം കണ്ടത്. നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് രാത്രിയോടെ തന്നെ വീടും പരിസരത്തും പോലീസ് കാവലേർപ്പെടുത്തി. ബിയാത്തുമ്മ ധരിച്ചിരുന്ന 20 പവനോളം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപരിചിതരായ 2 ചെറുപ്പക്കാർ ബിയാത്തുമ്മയുടെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നത് കണ്ടതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയും ബിയാത്തുമ്മയെ കണ്ടവരുണ്ടായിരുന്നു. 70 വയസ്സായെങ്കിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ബിയാത്തുമ്മയ്ക്കുണ്ടായിരുന്നില്ല. ആഭരണങ്ങൾ ഒരുപാട് ധരിക്കുമായിരുന്ന ബിയാത്തുമ്മയെ ഇത് കൈക്കലാക്കാൻ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസ് നിഗമനം. വെള്ളറമ്പിലെ തിരുവാക്കുളത്ത് വീട്ടിൽ കുഞ്ഞിപ്പാത്തുമ്മയെ വെള്ളിയാഴ്ചയാണ് വീട്ടിനകത്ത് തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം ലക്ഷ്യമിട്ടാണ് അക്രമികൾ എത്തിയതെന്നാണ് സൂചന. കൊലപാതകത്തിനു ശേഷം പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുഞ്ഞിപ്പാത്തുമ്മയുടെ വീട്ടിൽ നിന്നും 2,65,000 രൂപ കണ്ടെടുത്തിരുന്നു. വിവിധ പേഴ്സുകളിൽ സൂക്ഷിച്ചിരുന്ന നിലയിലാണ് പണമുണ്ടായിരുന്നത്. ഇതിൽ 13,000 രൂപയുടെ നിരോധിച്ച നോട്ടുകളുണ്ടായിരുന്നു. പെൻഷൻ തുകയും നാട്ടിൽ നിന്നും സഹായമായി ലഭിച്ച പണവും സമാഹരിച്ച് സൂക്ഷിച്ചു വെച്ചതായിരുന്നു. രാത്രി 1:30 മണിക്ക് കുഞ്ഞിപ്പാത്തുമ്മ കരയുന്ന ശബ്ദം കേട്ടിരുന്നതായി അയൽവാസികൾ പറയുന്നുണ്ട്. 50 സെന്റ് സ്ഥലത്തുള്ള വീട്ടിൽ കുഞ്ഞിപ്പാത്തുമ്മ തനിച്ചായിരുന്നു താമസം. തവനൂരിലും നാഗപറമ്പിലും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ നടന്ന സമാനമായ 2 സംഭവങ്ങൾക്ക് പിന്നിലും ഒരേ സംഘമാണോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പെട്രോൾ ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചക്രസ്തംഭന സമരം നടത്തി. താനൂർ ഏരിയയിൽ 8 കേന്ദ്രങ്ങളിൽ സമരം നടന്നു. താനൂരിൽ നടന്ന സമരം MP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. താനാളൂരിൽ V അബ്ദുറസാഖും നിറമൃതുവിൽ KT ശശിയും ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചക്രസ്തംഭന സമരം നടത്തി. താനൂർ ഏരിയയിൽ 8 കേന്ദ്രങ്ങളിലാണ് സമരം നടന്നത്. ദിവസം കൂട്ടും ഇന്ധനവിലയിൽ ദുരിതം പേറും ഇന്ത്യൻ ജനത അവരുടെ ജീവിതം പെരുവഴിയിലാക്കി താനൂരിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഉൽപ്പന്നങ്ങളുടെ വില ഓരോ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. 2.5 മാസം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ക്രമാതീതമായി താഴുമ്പോഴും ഇന്ത്യ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ വില ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു മായാജാലത്തിലേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ രാജ്യത്തെ ഗുജറാത്താണ്. ഗുജറാത്തിന്റെ മണ്ണിൽ അത് സ്റ്റോക്ക് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ റിലയൻസ് ആണ്. അങ്ങനെ റിലയൻസിനും അംബാനിക്കും അദാനിമാർക്കുമെല്ലാം ഈ നാടിന്റെ പൊതുസമ്പത്ത് കവർന്നെടുക്കാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ ജനജീവിതത്തിന് ഭീഷണിയാവുന്ന തരത്തിൽ നാടിനെ കൊള്ളയടിക്കാൻ അവസരം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയസമീപനം, ആ നയസമീപനത്തിന്റെ ഭാഗമായി പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ വില ക്രമാതീതമായി ഉയരുന്നു. താനാളൂരിൽ V അബ്ദുറസാഖും നിറമൃതുവിൽ CPM ഏരിയ സെക്രട്ടറി KT ശശിയും ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ മാത്രമാണ് ഈ സമരം. നമുക്ക് ഏവർക്കും അറിയാം, ഇന്ത്യയിൽ ഈ 1 മാസം കൊണ്ട് ഏകദേശം 8ഓളം രൂപയാണ് പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്, ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്.
ആഗോള മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില താഴോട്ട് കുതിക്കുമ്പോഴും ഇന്ത്യയിൽ മാത്രം പെട്രോളിന്റെ വില മേലോട്ട് കുതിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ 51 രൂപക്കാണ് പെട്രോളും ഡീസലും വിതരണം ചെയ്യുന്നത്. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ 52 രൂപക്കാണ് പെട്രോളും ഡീസലും വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ മാത്രം പെട്രോളിന്റെയും ഡീസലിന്റെയും വില 100 രൂപയായിരിക്കുന്നു. താനൂരിൽ എൻ കുഞ്ഞാലി അധ്യക്ഷനായിരുന്നു. എം അനിൽകുമാർ, കുഞ്ഞാവുട്ടി ഖാദർ, ഹംസു മേപ്പുറത്ത്, ബാലകൃഷ്ണൻ ചുള്ളിയത്ത, ഒ രാജൻ, സജീന്ദ്രൻ മേലപ്പുറം, AP സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. വൈലത്തൂരിൽ CIT ജില്ലാ സെക്രട്ടറി ബാപ്പുട്ടി കൂട്ടായി ഉദ്ഘാടനം ചെയ്തു. ഒ അലവി അധ്യക്ഷനായിരുന്നു. പാണ്ഡിമുറ്റത്ത് നടന്ന പ്രതിഷേധം K ബാലൻ ഉദ്ഘാടനം ചെയ്തു. നേർവതൂർ ബങ്ങാട് CPM താനൂർ ഏരിയ സെക്രട്ടറി KT ശശിയാണ് ഉദ്ഘാടനം ചെയ്തത്. TV വിനേശൻ അധ്യക്ഷനായി. ഉണ്ണിയാലിൽ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PP സൈദലി ഉദ്ഘാടനം ചെയ്തു. അൻവർ അധ്യക്ഷത വഹിച്ചു. മൂലക്കലിൽ DYFI ജില്ലാ കമ്മിറ്റി അംഗം KV ഖാദർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അജീഷ് അധ്യക്ഷനായിരുന്നു. ഒഴൂരിൽ KTS ബാബു ഉദ്ഘാടനം ചെയ്തു. KP ഷാജി അധ്യക്ഷത വഹിച്ചു. താനാളൂരിൽ V അബ്ദുറസാഖ് ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹ്മാൻ അജി, ഹരിഹരൻ, കൃഷ്ണകുമാർ, ഫൈസൽ ഞാറക്കടവർത്ത്, നാദിർഷ കടായിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അനിയന്ത്രിതമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ചക്രസ്തംഭന സമരം നടത്തി. തിരൂരിൽ കൂട്ടായി ബഷീറും ആലത്തൂരിൽ അഡ്വക്കേറ്റ് E സൈനുദ്ദീനും ബീപ്പേങ്ങാടിൽ അഡ്വക്കേറ്റ് P ഹംസക്കുട്ടിയും ഉദ്ഘാടനം ചെയ്തു. അനിയന്ത്രിതമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ചക്രസ്തംഭന സമരം നടത്തിയത്. തിരൂരിൽ നടന്ന സമരം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഈ നികുതിയും അതേപോലെ തന്നെ വിലയും കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്, ഞാൻ ചോദിക്കുന്നത്, ഈ സന്ദർഭത്തിൽ ഈ കൊറോണ കാലത്ത് അതിന്റെ രണ്ടാം വരവ് തീവ്രമായി നിൽക്കുന്ന താഴെപ്പാലത്ത് നടന്ന സമരത്തിൽ KV രവി, K കൃഷ്ണൻ നായർ, അഡ്വക്കേറ്റ് നസീർ അഹമ്മദ്, ഷെരീഫ് മൂസ പറന്നേക്കാട്, CM മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂരിൽ നടന്ന സമരം തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സലീം അന്താരത്തിൽ അധ്യക്ഷനായിരുന്നു. A ശിവദാസൻ, CK റസാഖ്, കമ്മുക്കുട്ടി, CP റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ബീപ്പേങ്ങാടി വടക്കേങ്ങാടി നടന്ന സമരം CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നത് കക്കൂസ് ഉണ്ടാക്കാനാണെന്നാണ് പറഞ്ഞിരുന്നത്. ഈ രാജ്യത്തിന് കക്കൂസ് ഉണ്ടാക്കാനാണെന്നാണ് പറഞ്ഞത്. കക്കൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോഴും വില വർദ്ധിപ്പിക്കുകയാണ്. ആദ്യം കേന്ദ്ര ഗവൺമെന്റ് എന്തിനു വേണ്ടി വില വർദ്ധിപ്പിക്കുന്നു എന്ന് പറയണം. ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഇത് ഈ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരെ തീറ്റിപ്പോറ്റാനാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരാരാ? റിലയൻസ് ആണ്. ആ റിലയൻസുകാരന് കോടികൾ ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ എണ്ണ വില നിരന്തരമായിട്ട് വർദ്ധിപ്പിക്കുന്നത്. നാസർ കട്ടച്ചറ അധ്യക്ഷനായിരുന്നു. T ഷാജി, K ഉഷ, T ബാബു, സലീം കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് DPR 9% താഴ്ന്നു. 7499 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിന്റെ 77,853 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.63% കുറഞ്ഞു. 94 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 12,754 13,596 പേർ രോഗമുക്തി നേടി. കേരളത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞത് ഏറെ ആശ്വാസം പകരുന്നുണ്ട്. അതേസമയം പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം കുറവാണെന്നതും വസ്തുതയാണ്. സംസ്ഥാനത്ത് പുതുതായി 7499 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് 963 പേർക്കും, എറണാകുളം 926, തൃശൂർ 820, കൊല്ലം 810, പാലക്കാട് 710, മലപ്പുറം 689, കോഴിക്കോട് 563, ആലപ്പുഴ 451, കണ്ണൂർ 434, കാസർഗോഡ് 319, പത്തനംതിട്ട 298, കോട്ടയം 287, വയനാട് 114, ഇടുക്കി 65 എന്നിങ്ങനെയാണ് ജില്ലകളിലെ രോഗബാധിതരുടെ കണക്ക്. 24 മണിക്കൂറിനിടെ 77,853 സാമ്പിളുകളാണ് പരിശോധിച്ചത്. TPR 9.63% കുറഞ്ഞു. 94 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 12,154 6,835 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 47 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 529 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 13,596 പേർ രോഗമുക്തി നേടി. ഇതോടെ 99,693 പേരാണ് രോഗം സ്ഥിരീകരിച്ച്
CGHന് ചികിത്സയിലുള്ളത്. 27,04,554 പേർ ഇതുവരെ രോഗമുക്തരായിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,30,728 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. തിരുവനന്തപുരത്തെ അതിയന്നൂർ, അഴൂർ, കഠിനംകുളം, കാരോട്, മണമ്പൂർ, മംഗലപുരം, പനവൂർ, പോത്തൻകോട്, എറണാകുളം, ചിറ്റാറ്റുകര, പാലക്കാട്, നാഗലശ്ശേരി, നെന്മാറ, വല്ലപ്പുഴ, മലപ്പുറം, തിരുനാവായ, വയനാട്, മൂപ്പൈനാട്, കാസർഗോഡ്, ബേഡടുക്ക, മധൂർ എന്നിവയാണ് TPR 30-ൽ കൂടുതലുള്ള പ്രദേശങ്ങൾ. മലപ്പുറത്തും രോഗികളുടെ എണ്ണവും DPR-ഉം കുറഞ്ഞു. ജില്ലയിൽ 689 പേർക്ക് വൈറസ് ബാധയുണ്ടായി. സമ്പർക്കത്തിലൂടെ 678 പേർക്ക് രോഗം ബാധിച്ചു. DPR 11% കുറഞ്ഞു. 1336 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ ഇതുവരെ 1065 പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ തിങ്കളാഴ്ച 689 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 678 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 11 പേർക്ക് ഉറവിടമറിയാതെയുമാണ് രോഗബാധയുണ്ടായത്. 11% ജില്ലയിലെ ഇന്നത്തെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1336 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ കോവിഡ് ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,13,374 ആയി. 31,815 പേരാണ് നിലവിൽ ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 9,666 പേരാണ് വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 1065 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ നീക്കിയ സാഹചര്യത്തിലും പൊതുജനങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്ന് ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. പൂർണ്ണമായും കോവിഡ് മുക്തമാകുന്നതുവരെ സ്വയം നിയന്ത്രണം അനിവാര്യമാണ്. പൊതുയിടങ്ങളിൽ സാമൂഹ്യ അകലം ഉറപ്പാക്കുകയും 2 മാസ്ക് ധരിക്കുകയും വേണം. ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം, ജില്ലാതല കൺട്രോൾ സെൽ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുമായി ഫോണിൽ ബന്ധപ്പെടണമെന്നും കളക്ടർ അറിയിച്ചു. കോവിഡ് പ്രതിരോധത്തിലെ കൂട്ടായ പ്രവർത്തനം ഫലം കണ്ടു. ഉഴൂർ ഗ്രാമപഞ്ചായത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.5% ജാഗ്രത കൈവിടരുതെന്നും നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങൽ പറഞ്ഞു. കോവിഡ് രോഗവ്യാപനം തടയാൻ ഉഴൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയ കൂട്ടായ ശ്രമം ഫലം കണ്ടു. പഞ്ചായത്തിൽ രോഗവ്യാപന തോത് കുറഞ്ഞു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.5%. ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനാ പ്രതിനിധികളുടെയും എല്ലാം കൂട്ടായ ശ്രമമാണ് പഞ്ചായത്തിൽ രോഗവ്യാപനം തടയാനായതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങൽ പറഞ്ഞു. ഏകദേശം ഒരു മാസമായിട്ട് ഉഴൂർ പഞ്ചായത്തിലെ കോവിഡ് നിരക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് നിവാസികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും മെഡിക്കൽ സ്റ്റാഫും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഉഴൂരിലെ ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം 6.5 ആയി നമ്മുടെ പോസിറ്റിവിറ്റി നിരക്ക്. അതിന് കാരണം നമ്മുടെ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണമാണ്. കൂടാതെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് നിരന്തരമായിക്കൊണ്ട് ഏകദേശം 5 സ്ഥലങ്ങളിൽ ക്യാമ്പ് വെച്ചുകൊണ്ട് തന്നെ ടെസ്റ്റ് നടത്തിയതിൻ്റെയൊക്കെ ഫലമായിട്ട് നല്ല റിസൾട്ടിലേക്ക് നമ്മുടെ പഞ്ചായത്തിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കോവിഡ് പരിശോധനയ്ക്ക് എല്ലാ ദിവസവും സൗകര്യമൊരുക്കിയിരുന്നു. കൂടാതെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാനിഫിന്റെ നേതൃത്വത്തിൽ ശക്തമായ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. നമ്മുടെ മെഡിക്കൽ ടീം വളരെ സജ്ജമായി തന്നെ പ്രവർത്തിച്ചു. കൂടാതെ വാർഡ് മെമ്പർമാർ, ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളുടെ ഒക്കെ പ്രവർത്തനം, കൂടാതെ RRT അംഗങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഉഴൂർ പഞ്ചായത്തിൽ കോവിഡ് ഈ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. കോവിഡ് 2ാം തരംഗത്തിൽ തുടക്കത്തിൽ രോഗികളുടെ എണ്ണം കൂടി വന്നെങ്കിലും ഭരണസമിതിയുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കരുതലോടെയുള്ള പ്രവർത്തനം കൊണ്ട് രോഗവ്യാപനം തടയാൻ കഴിഞ്ഞു. അതേസമയം യുവാക്കൾ ഉൾപ്പെടെ 20ഓളം പേരുടെ മരണം വല്ലാത്ത വേദന ഉണ്ടാക്കിയതായും തുടർന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നിർഭാഗ്യവശാൽ 20ൽ കൂടുതൽ ആളുകളുടെ മരണം ഈ 2ാം വരവിലുണ്ടായത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. കൂട്ടത്തിൽ 2-3 ചെറുപ്പക്കാരുടെ മരണം വളരെ ഞെട്ടലോടെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. ഇനിയും ഈ ജാഗ്രത തുടർന്ന് മുന്നോട്ട് പോയാൽ കോവിഡ് നിരക്ക് വളരെ താഴോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിന് പൂർണ്ണമായും ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. അതിന് ഒത്തൊരുമയോടുകൂടി ഉഴൂരിലെ നിവാസികൾ വളരെ ആ കാര്യത്തിൽ ജാഗ്രതയുള്ള ആളുകളാണ് എന്നാണ് കഴിഞ്ഞ കാലത്തൊക്കെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിന പാലേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CP മുംതാസ്, KV നബീല, ഗ്രാമപഞ്ചായത്ത് അംഗം നൂഹ് കരിങ്കപ്പാറ എന്നിവരും പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് BJP മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി യോഗ പ്രദർശനവും നടന്നു. തിരൂരിൽ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽകുമാറും താനൂരിൽ BJP സംസ്ഥാന സമിതി അംഗം K. ജനചന്ദ്രൻ മാസ്റ്ററും ഉദ്ഘാടനം ചെയ്തു.
അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് BJP നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യോഗ ദിനം ആചരിച്ചു. താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച യോഗ പ്രദർശനം BJP സംസ്ഥാന സമിതി അംഗം K. ജനചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. താനൂർ ശോഭാപറമ്പ് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് CK സുന്ദരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കാട്ടുകൽ പ്രഭാകരൻ, യോഗാചാര്യൻ K. വേണുഗോപാൽ, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കുന്നത്ത, താനൂർ മുനിസിപ്പൽ പ്രസിഡന്റ് പ്രവീൺ പുത്തൻവീട്ടിൽ, ജ്യോതി പ്രകാശ് എന്നിവർ സംസാരിച്ചു. BJP മണ്ഡലം ട്രഷറർ KK പുരുഷോത്തമൻ നന്ദി പറഞ്ഞു. BJP തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം സമുചിതമായി ആചരിച്ചു. BJP ജില്ലാ സെക്രട്ടറി മനോജ് പാറശ്ശേരി, മണ്ഡലം പ്രസിഡന്റ് ശശി പരാരംഭത്ത് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി മനോജ് പാറശ്ശേരി, മണ്ഡലം ജനറൽ സെക്രട്ടറി മണികണ്ഠൻ, ശശി കറുകയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 5000 വർഷങ്ങളായിട്ടുള്ള ആ നേട്ടങ്ങൾ ഇന്ന് ലോകത്ത് മുഴുവൻ 193 ലോകരാജ്യങ്ങളിൽ യോഗാ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം. നമുക്കെല്ലാവർക്കും അറിയാം, 2014 ഡിസംബർ 14 അന്താരാഷ്ട്ര UN ഐക്യരാഷ്ട്രസഭയിൽ യോഗയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള പ്രഭാഷണം അത് ലോകം അംഗീകരിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ട്രെയിനർ ശങ്കരനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നതിന് ബിരിയാണി ചലഞ്ചുമായി SFIയുടെ വനിതാ വിഭാഗമായ മാതൃകം തിരൂർ ഏരിയ കമ്മിറ്റിയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. SFI വിദ്യാർത്ഥി കൂട്ടായ്മയായ മാതൃകത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിക്കുന്നതിനു വേണ്ടിയാണ് മാതൃകം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. മാതൃകം ജില്ലാ ജോയിന്റ് കൺവീനർ T. ഷിനിയിൽ നിന്നും ആദ്യ ബിരിയാണി പൊതി ഏറ്റുവാങ്ങി. തിരൂർ കോഓപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് SFI തിരൂർ ഏരിയ കമ്മിറ്റി സമാനതകളില്ലാത്ത വിധത്തിലുള്ള ഒരു സന്നദ്ധ സേവന പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. ബിരിയാണി ചലഞ്ചിലൂടെ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരെ കയ്യിൽ നിന്നും ചെറു സംഖ്യകൾ കളക്ട് ചെയ്ത് അവർക്കതിന് പ്രത്യുപകാരം എന്നുള്ള നിലയിൽ ബിരിയാണി കൊടുത്ത് നമ്മുടെ ഈ തിരൂരിലെ പരമാവധി ആളുകളെ ഇതിൽ പങ്കാളികളാക്കിക്കൊണ്ട് അതിലൂടെ സ്വരൂപിക്കുന്ന തുക ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികൾക്ക് ഓൺലൈൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് 3200 പേർക്കാണ് ഈ ബിരിയാണി ചലഞ്ചിലൂടെ ഇത് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. 3200 ഓർഡർ ലഭിച്ച ചലഞ്ചിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് ലാഭം പ്രതീക്ഷിക്കുന്നത്. വി സ്മൃതി, തേജനന്ദ, ഷിബ്നു K, മോസില PV, നീന CV, ഹദിയ K എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സ്റ്റേറ്റ് കമ്മിറ്റി കോൾ ചെയ്തിട്ടുള്ള മൊബൈൽ ചലഞ്ച് എന്ന പേരിൽ ഉള്ള ക്യാമ്പയിൻ നമ്മുടെ ജില്ലയ്ക്കകത്ത് ആകെ വലിയ സ്വീകാര്യതയാണ് നമുക്കതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ മൊബൈൽ ചലഞ്ചിലേക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടി SFIയുടെ വിദ്യാർത്ഥിനി സബ് കമ്മിറ്റിയായിട്ടുള്ള തിരൂരിലെ മാതൃകം സഭകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നമ്മൾ ബിരിയാണി ചലഞ്ച് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തു. അതിന് വലിയ ജനപിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട്. SFI ജില്ലാ പ്രസിഡന്റ് E. അഫ്സൽ, തിരൂർ ഏരിയ സെക്രട്ടറി ജയ്സൽ T, ഏരിയ പ്രസിഡന്റ് ശ്യാംജിത്ത് MP എന്നിവർ പങ്കെടുത്തു. പറവണയിൽ യുവാവിന് കുത്തേറ്റു. പറവണ ആലിൻചുവട് സ്വദേശി പള്ളിപ്പറമ്പിൽ സുരേഷ് ബാബുവിനാണ് കുത്തേറ്റത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. കഴുത്തിനും കാലിനും പരിക്കേറ്റ ഇയാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പറവണ ആലിൻചുവട് സ്വദേശി പള്ളിപ്പറമ്പിൽ സുരേഷ് ബാബുവിനാണ് കഴുത്തിനും കാലിനും കുത്തേറ്റത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. സുരേഷ് ബാബുവിന്റെ വീടിനോട് ചേർന്നുള്ള റോഡരികിൽ വെച്ചാണ് സംഭവം. അയൽവാസിയുമായുള്ള വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ക്വാറന്റൈൻ ലംഘിച്ചത് പുറത്തിറങ്ങിയത് പോലീസിൽ പരാതി നൽകിയെന്ന് ആരോപിച്ചാണ് അയൽവാസി കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2-3 ദിവസമായി കച്ചറ ഉണ്ടാക്കുക ചെയ്യല്ലേ. 2-3 ദിവസമായിട്ട് പിന്നെ ഇപ്പോൾ ഇന്നലെ വന്ന് കച്ചറ ഉണ്ടാക്കി. ഇന്ന് തന്നെ വീടിൻ്റെ മുന്നിൽ നിന്ന് തമ്മടുത്തലൊക്കെ വിളിച്ച് പറയുക ചെയ്തിരുന്നു. ആശാവർക്ക് വീടിൻ്റെ അടുത്ത് ഒരു ആശാ വർക്കറുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്വാറന്റൈനിലാണ് നിൽക്കുന്നത്. അവിടെ ചെന്നൊരു കച്ചറ ഉണ്ടാക്കി ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ അതിനെന്നിട്ട് കച്ചറ ഉണ്ടാക്കി മിനിയാന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്നലെ വന്ന് വീട്ടിൽ നിന്ന് കച്ചറ ഉണ്ടാക്കി. അപ്പോൾ ഇന്നും അതേപോലെ വന്ന് കച്ചറ ഉണ്ടാക്കിയതാണ്. അതിന് കത്തി കൊടുത്തിട്ട് ചെയ്താണത്. കാൽമല്ലുണ്ട് കൈമല്ലുണ്ട്. ഇതിപ്പോൾ കുറച്ച് പാടാണെന്നാണ് പറയുന്നത്. വേലായുധൻ എന്ന് പറഞ്ഞതാണ്. അയാൾ ഒരു ശല്യക്കാരൻ തന്നെയാണ്. അയാൾ വെള്ളം അടിച്ചത് ഭയങ്കര കച്ചറയാണ്.
നാട്ടിലെല്ലാവർക്കും അറിയാതെ പറ്റിയിട്ട്. വിദഗ്ധ ചികിത്സയ്ക്കായി സുരേഷ് ബാബുവിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഓൺലൈൻ പഠനത്തിന് സൗകര്യമൊരുക്കി ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് കൂട്ടായ്മ. ആംബുലൻസ് ഡ്രൈവറുടെ മകന് ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ കൈമാറി. ഓൺലൈൻ പഠനത്തിന് സൗകര്യമൊരുക്കി തിരൂരിലെ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് കൂട്ടായ്മ. ആംബുലൻസ് ഡ്രൈവറുടെ മകന് ഓൺലൈൻ പഠനത്തിന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ കൈമാറി. ജില്ലാ ട്രഷററും തിരൂർ ഏരിയ പ്രസിഡന്റുമായ മുസ്തഫ മുണ്ടേക്കാടാണ് സ്മാർട്ട് ഫോൺ കൈമാറിയത്. ഞങ്ങളുടെ ഒരു സഹോദരൻ എന്ന് തന്നെ പറയാം. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിയും ഏരിയ ട്രഷററുമായ ഷഫീഖ് ആലത്തൂരിന്റെ മകൻക്ക് ഒരു സ്മാർട്ട് ഫോൺ വിദ്യാഭ്യാസ പഠനങ്ങൾക്കായി ഒരു ഫോണ് ഞങ്ങളിപ്പോൾ ഒന്ന് കൈമാറിയിട്ടുണ്ട്. തിരൂർ ഏരിയ ആംബുലൻസ് മേഖലയിൽ ഒരുപാട് വർഷക്കാലം സേവനം അനുഷ്ഠിച്ച തിരൂരിലെ ഒരു ആംബുലൻസ് ഡ്രൈവറാണ് ഷഫീഖ്. 108 ആംബുലൻസിലാണ് ഇപ്പോൾ സർവീസ് ചെയ്യുന്നത്. അവന്റെ മകന്റെ ഒരു 7ാം ജന്മദിനം കൂടിയാണിന്ന്. അപ്പോൾ ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് അതൊരു ഉപകാരമുള്ളതായി തീരട്ടെ, പഠനാവശ്യങ്ങൾക്കുള്ളതായി തീരട്ടെ. അവനക്ക് ഞങ്ങൾ കൊടുത്ത ഒരു നിർദ്ദേശം ഇതാണ്. അവനൊരുപാട് പഠിച്ച് വലുതായി ഒരു RTO എൻഫോഴ്സ്മെന്റ് ഓഫീസറായി മാറണം. എന്നിട്ട് ഞങ്ങൾ ആംബുലൻസുകാരുടെ അപ്പോഴുമുള്ള എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നീ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ആ മകനിക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. എന്തായാലും അവന് വലിയൊരു ഈ മേഖലയിൽ പ്രവർത്തിച്ച ഞങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ആ ഒരു ഫോണുമായി അവൻ പഠിച്ച് നല്ലൊരു ഉദ്യോഗസ്ഥനായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഷഫീഖാണ് തിരൂരിന്ന്. ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുമെന്ന് തീരെ വിചാരിച്ചിട്ടില്ല. മോൻ്റെ 7ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. നമ്മുടെ പ്രസിഡന്റ് മുസ്താഖ് വിളിച്ചിട്ട് മോനോട് ഒന്ന് വരാൻ പറയുന്നു പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ്, അതും പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ഒരു ഗിഫ്റ്റ് തരുന്നു തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴത്തെ പ്രതിസന്ധി എല്ലാവർക്കും അറിയണ കാര്യമാണ്. കൂടുതലൊന്നും ഞാൻ പറയണില്ല. കാരണം എവിടെ എന്താണെന്നുള്ളത് ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. അതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി ഇസ്മായിൽ വൈലത്തൂർ, യാഹുട്ടി മുണ്ടേക്കാട്ട്, ഷാക്കിർ പയ്യനങ്ങാടി, ബഷീർ ആതിർശ്ശേരി, മുബാറക് കൊടക്കൽ, മുസ്തഫ തൃപ്രങ്കോട്, വഹാബ് പുറത്തൂർ, നിസാം താന്നള്ളൂർ, മാനു തൃപ്രങ്കോട്, രാധാകൃഷ്ണൻ തിരൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് കാലത്ത് കന്നുകാലികൾക്കും സാന്ത്വനമായി റെഡ് ആർമി കൾച്ചറൽ സെന്റർ പ്രവർത്തകർ. വളവന്നൂർ 14ാം വാർഡിൽ കോവിഡ് ബാധിതരായവരുടെ വീടുകളിലെ ആടുകൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡിലെ കോവിഡ് പോസിറ്റീവായ വീട്ടിലെ ആടുകൾക്കാണ് റെഡ് ആർമി പ്രവർത്തകർ ഭക്ഷണം എത്തിച്ചു നൽകിയത്. ഹമീദ് ആലിക്കുന്ന്, ഷംസു പന്താപ്പറമ്പിൽ, മുഹമ്മദ് തമ്പേരി, ഷമീം ഷാ പറമ്പിൽ, ജസീം ഐനിക്കടവ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. COVID-19 പോസിറ്റീവായ വീട്ടിൽ കന്നുകാലികൾക്ക് ആവശ്യമായ കന്നുകാലികളുടെ ഭക്ഷണപാനീയങ്ങൾ സുഭിക്ഷമായി കഴിക്കുവാനുള്ളതാണ് ഇന്ന് വാരണാക്കരയിലെ റെഡ് ആർമി കൾച്ചറൽ സെൻ്ററിൻ്റെ പ്രവർത്തകർ നൽകിയിട്ടുള്ളത്. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണിത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ വീണ്ടും പങ്കാളിയാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ. ചെമ്പ്ര മേഖല രാജീവ് ഗാന്ധി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. ചെമ്പ്ര മേഖല രാജീവ് ഗാന്ധി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറിയത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജംഷീർ പാറയിൽ, തിരുമണ്ഡല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റിഷാദ് വെളിയമ്പാട്ട് തുടങ്ങിയവരാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഷബീർ നെല്ലിയാളി, അരുൺ ചെമ്പ്ര, ഷാജഹാൻ അമേങ്കര, നൌഫൽ ചെമ്പ്ര, ഷിയാബ് ചെമ്പ്ര എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ ജനദ്രോഹ നയങ്ങൾക്കെതിരെ രാജ്യം ബഹളം വെക്കുന്നു എന്ന പ്രമേയത്തിൽ SSF സമരദിനം ആചരിച്ചു. തിരൂർ ഡിവിഷനിലെ 76 യൂണിറ്റ് കേന്ദ്രങ്ങളിലും പ്രവർത്തകരുടെ വീടുകളിലുമാണ് സമരം നടത്തിയത്. കേന്ദ്ര സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ ആപൽവൽക്കരണ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾക്കെതിരെ രാജ്യം ബഹളം വെക്കുന്നെന്ന പ്രമേയമുയർത്തിയാണ് SSF സമരദിനം ആചരിച്ചത്. ഭരണക്കേടിൻ
തെരുവിൽ ചോദ്യം ചെയ്യുന്നു. തിരൂർ ഡിവിഷനിലെ 76 യൂണിറ്റ് കേന്ദ്രങ്ങളിലും പ്രവർത്തകരുടെ വീടുകളിലുമാണ് സമരം നടത്തിയത്. യൂണിറ്റ് ഭാരവാഹികൾ യൂണിറ്റിന്റെ പ്രധാന കവലയിൽ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയും മറ്റുള്ള പ്രവർത്തകർ അവരുടെ വീടുകളിൽ പ്ലക്കാർഡ് ഉയർത്തിയെന്നുമാണ് പ്രതിഷേധം അറിയിച്ചത്. മദ്യശാലകൾ അടച്ചിടണമെന്നാവശ്യപ്പെട്ട് തിരൂർ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ ലഹരി നിർമ്മാർജ്ജന സമിതി പ്രതിഷേധ സമരം നടത്തി. കുർക്കോളി മൊയ്തീൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. കോവിഡ് വ്യാപനം കൂട്ടരുത്, മദ്യശാലകൾ തുറക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന തലത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. കേരളമാകെ കരയുമ്പോൾ മലയാളക്കര ലഹരിയിലാക്കി നാടുമുടിക്കും സർക്കാരേ. ഇതിന്റെ ഭാഗമായി തിരൂർ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം കുർക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ പൊരിവെയിലത്ത് നമ്മൾ കണ്ടല്ലോ ആളുകൾ നിൽക്കുന്ന ചിത്രം. ഇതാണ് കേരളത്തിലെ ഇതേപോലെയുള്ള മദ്യശാലകളുടെ മുമ്പിലെ ഒരു കാഴ്ച. കേരളം ആകെ തേങ്ങുകയാണ്. കോവിഡ് മഹാരോഗം എത്രമാത്രം ആളുകളുടെ ജീവനാണ് ഇതിനകം അപഹരിച്ചത്. എത്രമാത്രം ആളുകളാണ് ഇതിനകം ആശുപത്രിയിലും മറ്റും ചികിത്സയിൽ കഴിയേണ്ടി വന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തും മറ്റും ഇതിൻ്റെ പേരിൽ എത്രയാണ് ഇതിനകം ചെലവാക്കേണ്ടി വന്നത്. ഇതിനെ കാണാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ലേ? ഈ സന്ദർഭത്തിലാണ് മദ്യശാലകൾ തുറന്നുകൊണ്ട് വീണ്ടും ഇതേപോലെ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ, മദ്യപാനികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. എന്തുമാത്രം ദയനീയമാണ് ഈ ചിത്രം. ഈ നിൽക്കുന്ന പാവങ്ങൾക്ക് അറിയുന്നില്ലല്ലോ, മദ്യത്തിൻ്റെ ലഹരിക്ക് അടിമപ്പെട്ടതുകൊണ്ട് അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയതുകൊണ്ട് പിന്തിരിയാൻ അവർക്ക് കഴിയാതെ പോകുന്നു. അവർക്ക് കൊടുക്കേണ്ട ചികിത്സയ്ക്ക് പകരം വീണ്ടും വീണ്ടും മദ്യം കുടിക്കാൻ അവസരം കൊടുക്കുകയാണ് നമ്മുടെ ഭരണകൂടം. ഇവിടെ കോവിഡുമായി ബന്ധപ്പെട്ട് മദ്യശാലകൾ അടക്കണമെന്ന ആവശ്യം LNSന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു. ഈ രാജ്യത്തുള്ള ജനങ്ങൾ, മറ്റു പ്രസ്ഥാനങ്ങൾ, ജനാധിപത്യ വേദികളൊക്കെ അത് അംഗീകരിച്ചു. പക്ഷെ ഭരണകൂടം മാത്രം ആദ്യഘട്ടത്തിൽ അത് അംഗീകരിച്ചില്ല. വൈകിയാണെങ്കിലും ഭരണകൂടവും അത് അംഗീകരിച്ചു തന്നു. എന്നാൽ കോവിഡിൻ്റെ വ്യാപനത്തിന് അല്പം ഒരു ശമനം വന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യം ആവേശം ഭരണകൂടം കാണിക്കുന്നത് മദ്യശാലകൾ തുറക്കാനാണ്. ജില്ലാ പ്രസിഡന്റ് CK ബാപ്പു ഹാജി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി OK കുഞ്ഞിക്കോമു മാസ്റ്റർ, കൊടിൽ അഷ്റഫ്, മധുസൂദനൻ, VKM ഷാഫി, AP മൊയ്തീൻകുട്ടി മാസ്റ്റർ, E സുബൈർ, M കമ്മുക്കുട്ടി, ബാവ ഹാജി, PKK തങ്ങൾ, അയ്യൂബ് ആലുക്കൽ, സലാം മാസ്റ്റർ, ഷാനവാസ് തുറക്കൽ, കുഞ്ഞിപ്പ മൂച്ചിക്കൽ, സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്നു മുതൽ ബാറുകൾ അടച്ചിടും. വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിച്ച ബെവ്കോ നടപടിയിൽ പ്രതിഷേധിച്ചാണ് അടച്ചിടുന്നത്. ബെവ്കോ നിരക്കിൽ തന്നെ ബാറുകളിൽ നിന്ന് മദ്യം പാഴ്സൽ വാങ്ങുന്നത് നഷ്ടമാണെന്നും MRP നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ തീരുമാനമാകുന്നതുവരെ ബാറുകളിൽ മദ്യവിൽപ്പന നടത്തേണ്ടതാണ് അസോസിയേഷൻ തീരുമാനം. സംസ്ഥാനത്ത് നിന്ന് ബാറുകൾ അടച്ചിടും. വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിച്ച ബെവ്കോ നടപടിയിൽ പ്രതിഷേധിച്ചാണ് അടച്ചിടുന്നത്. ബെവ്കോ നിരക്കിൽ തന്നെ ബാറുകളിൽ നിന്ന് മദ്യം പാഴ്സൽ വാങ്ങുന്നത് നഷ്ടമാണെന്നും MRP നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ തീരുമാനമാകുന്നതുവരെ ബാറുകളിൽ മദ്യവിൽപ്പന നടത്തേണ്ടെന്നാണ് അസോസിയേഷന്റെ തീരുമാനം. ബെവ്കോയിൽ നിന്ന് വിൽപ്പനക്കായി മദ്യം വാങ്ങുമ്പോൾ ഈടാക്കുന്ന വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് മദ്യവിൽപ്പനയിലെ പ്രതിസന്ധി. കൺസ്യൂമർ ഫെഡിന്റേത് 8% നിന്ന് 20%, ബാറുകളുടേത് 25%ആക്കിയാണ് ഉയർത്തിയത്. വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിക്കുമ്പോഴും MRP നിരക്കിൽ നിന്ന് വില കൂട്ടി വിൽക്കാൻ അനുവാദമില്ലാത്തതാണ് കൺസ്യൂമർ ഫെഡിന് ബാറുകൾക്കും തിരിച്ചടിയായത്. ബാറുകൾ ഉൾപ്പെടുന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ട സർക്കാരിനെ സമീപിച്ചിരുന്നു. പ്രശ്നം പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകി. എന്നാൽ പരിഹാരമുണ്ടാകുന്നവരെ ബാറുകൾ അടച്ചിടാൻ അസോസിയേഷൻ യോഗം തീരുമാനിക്കുകയായിരുന്നു. പുതിയ ഉത്തരവ് മൂലം ബാറുകൾക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന് യോഗം വിലയിരുത്തി. കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിലും മദ്യവിൽപ്പന പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ചെറിയ ലാഭം പോലുമില്ലാതെ മദ്യവിൽപ്പന നടത്താൻ കഴിയില്ലെന്നാണ് കൺസ്യൂമർ ഫെഡ് നിലപാട്. മദ്യവിൽപ്പനയിലെ ലാഭം ഉപയോഗിച്ച് നൽകുന്ന കൺസ്യൂമർ ഫെഡിന്റെ കിറ്റ് വിതരണത്തെയും ഇത് ബാധിക്കും. ഒടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്ത് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി പ്രാക്കുന്ന്, ജാസ്മിൻ അരിബ്ര എന്നിവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങലിന് ഉപകരണങ്ങൾ കൈമാറി. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ബ്രീത്ത് ഈസി ചലഞ്ചിന്റെ ഭാഗമായി ഒഴൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ നൽകി. ആരോഗ്യ പ്രവർത്തകർ, RRT വോളണ്ടിയേഴ്സ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കാണ് സുരക്ഷാ ഉപകരണങ്ങൾ നൽകിയത്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി പ്രാക്കുന്ന്, ജാസ്മിൻ അരിബ്ര എന്നിവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങലിന് ഉപകരണങ്ങൾ കൈമാറി. വളരെ
കൂടിയ തോതിൽ നമ്മുടെ ജനങ്ങളൊക്കെ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, അതോടൊപ്പം ആരോഗ്യരംഗത്തെ പ്രവർത്തകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെ ശുശ്രൂഷിക്കുന്നതിനും നിവാരണം ചെയ്യുന്ന തരത്തിലേക്ക് തന്നെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തുകളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പദ്ധതി എന്ന രീതിയിൽ ബ്രീത്ത് ഈസി ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ബൃഹത്തായ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പദ്ധതികൾ ഈ മേഖലയിൽ വകയിരുത്തിക്കൊണ്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പറ്റാത്ത ഈ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ ജില്ലയിലെ 94 പഞ്ചായത്തുകളിലേക്കും ചെറിയ തോതിലെങ്കിലും ഒരു ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു വലിയ ബൃഹത്തായ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് നമ്മുടെ ജില്ലയിലെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ഈ മേഖലയിലേക്ക് അവരുടെ വകയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പിലൂടെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള മുഴുവൻ മേഖലകളിലും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ചാലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിനും ഇത്തരം ഘട്ടത്തിൽ ലഭിച്ചത് ഏറെ സഹായകരമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങൽ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ മെമ്പർമാരായ ജാസ്മിൻ അരിമ്ര, ശ്രീദേവി ഇവരൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ കാര്യം ഇവരോട് ആദ്യം തന്നെ പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ഇതിനുവേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചവരാണ് ഇവർ. ഇവർ തന്നിട്ടുള്ളത് തന്നെ ഇതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള RRT മെമ്പർമാരടക്കമുള്ള ആളുകൾ പഞ്ചായത്തിലേക്ക് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള സാധനങ്ങളൊക്കെയാണ് ഇവർ തന്നിട്ടുള്ളത്. അത് ഈ സാഹചര്യത്തിൽ വളരെയധികം നല്ല കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ ഞങ്ങൾ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന പാലേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നബീല, മുംതാസ്, അഷ്കർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നൂഹ് കരിങ്കപ്പാറ, കുഞ്ഞേനി, ജമീല, റസീന, സുബൈദ, ചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരെ ചേർത്ത് നിർത്തി തിരൂർ നഗരസഭ. ഭിന്നശേഷിക്കാർക്ക് സഞ്ചരിക്കാൻ ഇനി നഗരസഭയുടെ മുച്ചക്ര വാഹനം. നഗരസഭയുടെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് 4 സ്കൂട്ടറുകൾ ഇന്ന് വിതരണം ചെയ്തു. ഭിന്നശേഷിക്കാർക്ക് തിരൂർ നഗരസഭ മുച്ചക്ര വാഹനങ്ങൾ നൽകി. നഗരസഭയുടെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് 4 സ്കൂട്ടറുകളാണ് വിതരണം ചെയ്തത്. കുർക്കോളി മൊയ്തീൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരൂർ നഗരസഭ വളരെയേറെ ജനാഭിപ്രായം വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഇടപെടലാണ് നടത്തിയത്. നമ്മുടെ സമൂഹത്തിലെ അംഗപരിമിതരായ ആളുകൾക്ക് അവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടാ, അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ മറ്റുള്ളവരെ പോലെ തന്നെ തിളങ്ങി നിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് 2020-21 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ഈ 4 പേർക്ക് ഇപ്പോൾ ഈ മുച്ചക്ര വാഹനം നൽകി. മുനിസിപ്പാലിറ്റിയിൽ ഉള്ളിലുള്ള അംഗപരിമിതരായ ആളുകളെല്ലാവരെയും അവരെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു മുന്നോടിയാണ് ഈ പരിശ്രമം. ഈ നഗരത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ നഗരസഭയുടെ ഈ നല്ല തീരുമാനത്തിനെ പിന്തുണക്കാം. അഭിവാദ്യങ്ങൾ. നന്ദി. ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷയായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഭിന്നശേഷിക്കാർക്കാണ് ഇത് നൽകിയത്. ഇനിയും അർഹരായവരെ കണ്ടെത്തി മുച്ചക്ര വാഹനം നൽകാൻ പദ്ധതിയുണ്ട്. നമ്മുടെ തിരൂർ നഗരസഭ 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുച്ചക്ര വാഹനം നൽകുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. 4 ലക്ഷം രൂപ വകയിരുത്തി ഇതുവരെ 4 പേർക്കേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ആളുകൾക്ക് ഇതിന് അർഹരായവരുണ്ട്. ഇനിയും മറ്റുള്ള ആളുകൾ കൂടി ഈ ഒരു ആനുകൂല്യം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി നഗരസഭ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK സലാം മാസ്റ്റർ, C സുബൈദ, മുനിസിപ്പൽ സെക്രട്ടറി ശിവദാസ്, AK സീതാരക്കുട്ടി, PKK തങ്ങൾ, യാസിർ പയ്യോളി, CDPO സക്കീന, കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തിരൂരിൽ സൗഹൃദം പാട്ടുകളായി പെയ്തിറങ്ങി. കോവിഡ് മഹാമാരിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളോടൊപ്പം തിരൂരിൽ സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ തൃക്കണ്ടിയൂർ സൗഹൃദ കൂട്ടായ്മ സംഗീത ദിനത്തിൽ ഗാനവിരുന്നൊരുക്കിയത് നവ്യാനുഭവമായി. തിരൂരിലെ സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ തൃക്കണ്ടിയൂർ സൗഹൃദ കൂട്ടായ്മ സംഗീത ദിനത്തിൽ ഗാനവിരുന്നൊരുക്കിയത് നവ്യാനുഭവമായി.
കലാകാരൻ എന്ന നിലയിൽ ശരിക്കും എൻ്റെ കണ്ണെന്നറിയുന്നുണ്ട്. എന്താ വെച്ചാൽ പണ്ടെന്നോ പാടിയ പാട്ട് എന്നാണ് ആ പാട്ടിൻ്റെ ഒരു അർത്ഥം. ചിലപ്പോൾ ഈ ഒരു കാലഘട്ടമൊക്കെ കണ്ടുകൊണ്ടാണോ അങ്ങനെ ഒരു പാട്ട് എഴുതപ്പെട്ടതെന്ന് വരെ സംശയിച്ചു പോകും. കാരണം അത്ര കലാകാരൻ പ്രയാസം. വേണുവേട്ടൻ പറഞ്ഞതിൻ്റെ തുടർച്ചയൊന്നും ഞാൻ പറയുന്നില്ല. വേണുവേട്ടൻ പറഞ്ഞു വെച്ചു, അതിൻ്റെ ഓതൻറ്റിസിറ്റി പറഞ്ഞു വെച്ചു. ഈ ഒരു ദിനം ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ ലോക സംഗീത ദിനം പോലും മറ്റ് ശ്രേഷ്ഠമായ പല ദിനങ്ങളെയും പോലെ ശ്രേഷ്ഠമായ ഒരു ദിനം തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു കൂടിയിരിക്കൽ സാധ്യമാവില്ല എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ 5-6 പേര് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ഹാർമോണിയം കാണുമ്പോൾ കൊതിയാണ് വായിക്കാൻ, തബല കാണുമ്പോൾ കൊതിയാണ് വായിക്കാൻ, മൈക്ക് കാണുമ്പോൾ ആവേശമാണ് പാടാൻ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കലാലോകം അനുഭവിക്കാത്തൊരു പ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേണോട്ടം പറഞ്ഞ പോലെ പലർക്കും കലാകാരന്മാരെ വേണ്ട വിധം കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതിന് അതാരുടെയും കുറ്റമല്ല. അത്രയേറെ കലാകാരന്മാരുണ്ട്. വെളിച്ചത്തിൽ കലാകാരന്മാരെ കണ്ട് കർട്ടൻ തുറക്കുമ്പോൾ വെളിച്ചം മിന്നുമ്പോഴാണ് കലാകാരന്മാരെ പലർക്കും കണ്ട് ശീലം. അപ്പോൾ അതിനൊരു മാറ്റം വന്നു. ആ പ്രയാസം കലാകാരൻ അനുഭവിക്കേണ്ടി വന്നു. ഏതായാലും ഇതൊക്കെ പെട്ടെന്ന് തീരട്ടെ എന്നൊരു പ്രാർത്ഥനയുള്ളൂ. കുറഞ്ഞ അംഗങ്ങൾ മാത്രമേ പങ്കെടുത്തുള്ളൂവെങ്കിലും കലാകാരന്മാരുടെ ഇന്നത്തെ ദുഃഖകരമായ അവസ്ഥ അവർ പാടി പറഞ്ഞു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടയാളമായ സംഗീതത്തിൻ്റെ വൈകാരികമായ ലോകത്തേക്ക് അവർ ആസ്വാദകരെ കൂട്ടിക്കൊണ്ടുപോയി. മുതൽ സംഗീതത്തിനെ സ്നേഹിക്കുന്ന അമേരിക്കയിലുള്ള ഒരു കൂട്ടം സൗഹൃദ സംഘമാണ് ഇത്തരമൊരു ദിനത്തിനെ അങ്ങനെ അടയാളപ്പെടുത്തിയത്. അവരതിനെ അടയാളപ്പെടുത്തിയതിന് കാരണം പറഞ്ഞത് സംഗീതമാണ് സാർവലൗകികമായി ലോകത്തിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടയാളമായി മനുഷ്യൻ കാണുന്നത്. പക്ഷെ നമ്മളിന്ന് മനസ്സിലാക്കുന്നു, അതിലുപരിയായിട്ട് നമ്മുടെ സ്വന്തം ജീവിതം തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു സാന്ത്വനമായി സന്തോഷം മാത്രമല്ല, നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ ഭാവനകളെയും നമ്മളുടെ ആഗ്രഹങ്ങളെയും നമ്മളുടെ വിഹ്വലതകളെയും എക്കാലത്തും നമുക്ക് കൂട്ടായി നമ്മുടെ മനസ്സിനൊരു താങ്ങായി നിൽക്കുന്നത് സംഗീതത്തിനെ പോലെ മറ്റൊന്നുമില്ല എന്നുള്ളൊരു അനുഭവമാണ് നമ്മൾ സ്വന്തം ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കുന്നത്. 30 വർഷത്തോളമായി ജീവിതത്തോടൊപ്പം സംഗീതവും കൂടെ കൊണ്ടു നടക്കുന്നവരാണ് ഇവരിൽ അധികവും. സായന്തനങ്ങളിൽ കൂട്ടുകാരൊത്ത് പാടാനായി സ്വന്തമായി ഒരിടമില്ലാത്തതിനാൽ തിരൂർ പുഴയുടെ തീരങ്ങളിലാണ് ഇവരുടെ സംഗീത സംഗമങ്ങൾ. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, നീലപ്പൊന്മാനെ എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകളുടെ ലോകത്തേക്കാണ് ഇവർ പാട്ടാസ്വാദകരെ കൂട്ടിക്കൊണ്ടുപോയത്. വേണു കൽക്കത്ത, ഫിറോസ് ബാബു, അശോകൻ വയ്യാട്ട്, സുന്ദർ തിരൂർ, മധു ഊട്ടിൽ, സുധീഷ് തിരൂർ, KP നാരായണൻകുട്ടി, ഹരി തൃക്കണ്ടിയൂർ എന്നിവരാണ് തുഞ്ചന്റെ മണ്ണിൽ പാട്ടിന്റെ പാലായി തീർത്തത്. വളരെ ദുഃഖകരമായ ഒരു കാര്യം ഇന്നത്തെ ഒരു അവസ്ഥയിൽ കേരളത്തിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ കലാകാരന്മാർ ഇന്ന് അനുഭവിക്കുന്ന കഴിഞ്ഞ 2 വർഷമായിട്ട് പറഞ്ഞാൽ ഈ കോവിഡ് കാലം തുടങ്ങിയതിന് ശേഷമുള്ള കേരളത്തിലെ കലാകാരന്മാരുടെ സംഗീത രംഗത്തായിരുന്നാലും നാടകരംഗത്തായിരുന്നാലും ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ വളരെയധികം ദുഃഖകരമാണ്. പല സംഘടനകളും അവരെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഒന്നും പര്യാപ്തമാവുന്നില്ല. സർക്കാരിനും വേണ്ടതുപോലെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. സത്യം പറഞ്ഞാൽ കലാകാരന്മാരുടെ ദുരവസ്ഥയിലാണ് ഇന്ന് ഞങ്ങൾ ഈ സംഗീത ദിനം ഇവിടെ ആചരിക്കുന്നത്. തൃപ്രങ്ങോട് കൈമലശ്ശേരി ഭാഗങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളി. ഇരുട്ടിന്റെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ ഇത്തരം പ്രവൃത്തി നടത്തിയത്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. മാഡ്സ് ആപ്പ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അണുനശീകരണ ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം തിരൂരിൽ നടന്നു. തിരൂർ ആസാദ് ഗോൾഡിൽ നടന്ന ചടങ്ങിൽ കുർക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു.
മാറ്റ്സ് ആപ്പ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട 110 ടൗണുകളുടെ അണുനശീകരണ ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം തിരൂരിൽ നടന്നു. ആസാദ് ഗോൾഡിൽ നടന്ന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ബാംഗ്ലൂർ ബേസ്ഡായിട്ടുള്ള ഈ സ്ഥാപനം വ്യാപാര മേഖലയിൽ കേന്ദ്രീകരിക്കുന്നതിനോടുകൂടി തന്നെ ഈ മേഖലയിലെ ആവശ്യമായി വരുന്ന മറ്റു സേവന മേഖലകളിലേക്ക് കൂടി കടന്നു വരുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. അതിന്റെ ഭാഗമായി അണുനശീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു പുതിയ സേവന തലത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. ഇവിടെ 110 നഗരങ്ങളിലായി 500 ആളുകളുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി 15,000-ഓളം നമ്മുടെ നഗരങ്ങളിൽ അണുനശീകരണ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടു കൂടി അവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട തിരൂരിലെ മുഴുവൻ കടകളിലും ഇതിന്റെ ഭാഗമായി അവർ അണുനശീകരണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മുടെ തിരൂർ പട്ടണത്തെ അണുവിമുക്തമാക്കാൻ മുന്നോട്ട് വന്നതിൽ. ഒരുപാട് മേഖലകളിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞതിലും വളരെയധികം സന്തോഷം. തിരൂർ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ പിന്തുണകളും അറിയിക്കുന്നു, എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് S. ഗിരീഷ്, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, പ്രസിഡന്റ് PA ഭാവ, ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റസാഖ് ഹാജി, ആസാദ് ഗോഡ് മാനേജിംഗ് ഡയറക്ടർ KN മുത്തുക്കോയ തങ്ങൾ, ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷബീർ, അഡ്വക്കേറ്റ് KP മുഹമ്മദ് അലി, മാറ്റ്സ് ആപ്പ് റീജിയണൽ മാനേജർ അജീഷ് B, സമീർ കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാലോ, ഈ കാലഘട്ടത്തിൽ ചെറുകിട കച്ചവടക്കാർ, പ്രത്യേകിച്ചിട്ട് നാട്ടുപുറങ്ങളിലെ പ്രാദേശികമായിട്ട് ഉള്ള കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 2 വർഷത്തോളം കാലമായി കോവിഡിൻ്റെ മഹാമാരി എന്ന ഒരു കാരണം കൊണ്ട് വൻകിട കുത്തക കമ്പനി, ആഗോള ഭീമന്മാരായ കമ്പനികൾ, ആമസോൺ പോലത്തെ വലിയ വലിയ കമ്പനികളാണ് ഇന്ന് പുറങ്ങളിലെ പോലും ബിസിനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്ന ഒരവസ്ഥയ്ക്ക് കൊണ്ടിരിക്കണം. കോവിഡിൻ്റെ വലിയൊരു പ്രത്യാഘാതം ഈ ആരോഗ്യ മേഖലയിൽ ഉള്ളത് അതേപോലെ തന്നെയാണ് ഈ വ്യാപാര മേഖലയിലെ പ്രാദേശികമായിട്ടുള്ള ചെറുകിട വ്യാപാരികളുടെ തകർച്ചയും. ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിലെ രജിസ്റ്റേർഡ് ചെയ്ത ആളുകൾക്ക് അവരുടെ കടയിലെ സാധനങ്ങൾ പ്രദർശിപ്പിക്കാനും അത് മുഖാന്തരം അവർക്ക് അവരുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താനും സാധിക്കും എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ ഉപകാരം. അങ്ങനെ വ്യാപാര മേഖലയിൽ, താഴെത്തട്ടിലുള്ള വ്യാപാര മേഖലയെ പിടിച്ചു നിർത്താൻ ആകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ ആപ്പ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണിയാൽ സ്വദേശി KP ഉമ്മർ നിര്യാതനായി. 70 വയസ്സായിരുന്നു. CPM ഉണ്ണിയാൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി, തേവർക്കടപ്പുറം ചീരാങ്കടപ്പുറം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം മുൻ പ്രസിഡന്റുമായിരുന്നു. ഹാജരയാണ് ഭാര്യ. റഫീഖ്, ഇസ്മായിൽ, സൽമ, നസീമ, സമീറ എന്നിവർ മക്കളാണ്. തിരൂർ പെരുവഴി അമ്പലത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. തിരൂരിൽ നിന്നും താനൂരിലേക്ക് പോകുകയായിരുന്ന KL 55 1942 നമ്പർ ബൈക്കും എതിർദിശയിൽ വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ച അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ തുപ്പത്തിൽ മുബാറക്കിനെ കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയാഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തവനൂരിൽ വൃദ്ധയെ കൊലപ്പെടുത്തിയത് മോഷണത്തിന് എന്ന് പോലീസ് നിഗമനം. അന്വേഷണം പുരോഗമിക്കുന്നു. ആഭരണവും പണവും നഷ്ടപ്പെട്ടത് മോഷണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. വീട്ടിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടത് ഇയാത്തു എന്ന 70-കാരി. കുറ്റിപ്പുറത്ത് വൃദ്ധയെ തലക്കടിച്ചു കൊന്നത് അയൽവാസി. പ്രതി വെള്ളാംപറമ്പ് ചിലക്കുളങ്ങര മുഹമ്മദ് ഷാഫി അറസ്റ്റിൽ. പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചു. കൊലയ്ക്ക് ഉപയോഗിച്ച വസ്തുക്കൾ കണ്ടെത്തി. സംസ്ഥാനത്ത് ആശ്വാസമേകി DPR 9%. 7499 പേർക്ക് രോഗബാധ. പരിശോധിച്ചത് 77,853 സാമ്പിളുകൾ.
DPR 9.63%. 94 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 13,596 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് 689 രോഗികൾ. DPR 11%. 1336 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1065. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചക്രസ്തംഭന സമരം നടത്തി. താനൂർ ഏരിയയിൽ 8 കേന്ദ്രങ്ങളിലാണ് സമരം നടന്നത്. താനൂരിൽ MP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തിരൂരിൽ കൂട്ടായി ബഷീറും ആലത്തൂരിൽ അഡ്വക്കേറ്റ് സൈനുദ്ദീനും ഉദ്ഘാടനം ചെയ്തു. പറവണ്ണയിൽ യുവാവിന് കുത്തേറ്റു. പറവണ്ണ ആലിഞ്ചുവട് സ്വദേശി പള്ളിപ്പറമ്പിൽ സുരേഷ് ബാബുവിനാണ് കുത്തേറ്റത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. മദ്യശാലകൾ അടച്ചിടണമെന്നാവശ്യപ്പെട്ട തിരൂർ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ ലഹരി നിർമ്മാർജ്ജന സമിതി പ്രതിഷേധ സമരം നടത്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.